നമസ്കാരം എല്ലാവർക്കും ശ്രീ വെങ്കടേശ്വര ആസ്ട്രോ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചാനലിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ധനുക്കൂറുകാർക്ക് ശനി മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് പറയുവാനാണ്. ധനുക്കൂറ് എന്ന് പറയുന്നത് മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യ കാൽ ഭാഗവും ചേരുന്ന നക്ഷത്രങ്ങളാണ് ഇതിലുണ്ടാവുക. ശനി 4-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ഈ ഒരു ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതി മൂലം ദോഷകാഠിന്യങ്ങൾ കുറയും. പ്രലോഭനങ്ങളിൽ അകപ്പെടരുത്. പ്രതീക്ഷിക്കുന്നത്ര ആനുകൂല്യങ്ങൾ തൊഴിൽ രംഗത്തിൽ നിന്ന് ലഭിക്കണമെന്നില്ല. ചെറിയ കാര്യങ്ങളിൽ പോലും കുടുംബത്തിൽ അസ്വസ്ഥത ഉടലെടുക്കുന്ന സാഹചര്യമായിരിക്കും. ആകയാൽ തന്നെ വാക്കുകളും പെരുമാറ്റത്തിലും മിതത്വം പാലിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ധനപരമായി നേട്ടമുണ്ടാക്കുവാൻ കഴിയുന്ന എല്ലാ അവസരങ്ങളും ഭംഗിയായി ഉപയോഗപ്പെടുത്തണം. കഠിനാധ്വാനത്താൽ പരീക്ഷയിൽ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ദുശീലങ്ങൾ ഒഴിവാക്കണം. ഈശ്വരാരാധന വിഷമങ്ങൾ തരണം ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. പൊതുവെ 4-ൽ നിൽക്കുന്ന ഒരു ശനി എന്ന് പറയുന്നത് തന്നെ കണ്ടകശനി കാലഘട്ടം ആണ്. ജോലിയിൽ പൊതുവെ കണ്ടകശനി എന്ന് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് 4-ൽ നിൽക്കുന്ന കണ്ടകശനിയാകുമ്പോൾ ഗൃഹപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകുന്നതാണ്. കലഹങ്ങൾ ഉണ്ടാവുക, വീട്ടിൽ ഭാര്യാഭർത്താക്കന്മാർക്ക് തമ്മിൽ കലഹങ്ങൾ ഉണ്ടാവുക, സംശയരോഗങ്ങൾ ഉണ്ടാവുക, പണം ചെലവ് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഈ ഒരു കാലഘട്ടങ്ങളിൽ ശരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കാവുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയാം. വാങ്ങുന്നതും അല്ലെങ്കിൽ ഭൂമി വാങ്ങുന്നതിനും വളരെ അനുകൂലമാണ് എന്ന് പറയുന്നു. മാതാവിനായിട്ട് പണം ചെലവാക്കേണ്ടതായിട്ട് വരും. പുതിയ വാഹനങ്ങൾ മാറ്റി വാങ്ങുന്നതിന് അത്ര അനുകൂലമല്ല എന്ന് പറയുന്നു. കേസ് നിങ്ങൾക്ക് അനുകൂലമാവുന്ന കേസുകൾ പോലും പ്രതികൂലമാവുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. സുഹൃത്തുക്കളിൽ നിന്നും ചതി വഞ്ചനകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ജോലിയിൽ പ്രവേശിക്കാൻ അനുബന്ധ കടലാസുകൾ കിട്ടുന്നതായിരിക്കും. പരീക്ഷാദികളിൽ ആഗ്രഹിച്ച ഫലം ലഭിക്കില്ല എന്നാണ് പറയുക. ബന്ധുബലം കുറയുന്ന ഒരു കാലഘട്ടമായിരിക്കും. മരുമകളുമായിട്ടുള്ള കലഹങ്ങളുണ്ടാകും. കൃഷിയിൽ വൻ ലാഭം കിട്ടുന്നൊരു കാലഘട്ടമാണ്. സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്നൊരു സമയമാണ് എന്ന് പറയുന്നു. കായിക സാംസ്കാരിക മേഖലയിലുള്ളവർക്ക് പൊതുവെ അപവാദങ്ങൾ കേൾക്കുന്ന ഒരു സമയമായിരിക്കും. നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾക്ക് ആഗ്രഹിച്ച ഒരു ഫലം ലഭിക്കാത്ത ഒരു കാലഘട്ടമായിരിക്കും എന്നും കൂടി പറയാം. ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ കാര്യങ്ങളിലെല്ലാം കുറച്ച് ശ്രദ്ധകൾ കുറഞ്ഞു വരും. അത് കുറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് പറയുക. വീട്, വാഹനങ്ങൾ, അതേപോലെ തന്നെ അമ്മ, ക്ഷേത്രം, ഭൂമി, വാഹനങ്ങൾ, ഇതൊക്കെ നമുക്ക് ഈ ഒരു കാലഘട്ടങ്ങളിൽ നമുക്ക് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാലഘട്ടമാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദികളിൽ വിജയം ലഭിക്കണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യണം എന്നുള്ളതും കൂടി നമുക്ക് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യം കൂടിയാണ്. പൊതുവെ നമുക്ക് പറയുകയാണെങ്കിൽ ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ബന്ധനസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. ഭഗവതി ക്ഷേത്രങ്ങളിൽ ദേഹമുട്ട്, കർമ്മമുട്ട്, ശത്രുമുട്ട്, തൊഴിൽമുട്ട് എന്നീ ബന്ധനങ്ങൾ തീർക്കുക. അതേപോലെ തന്നെ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക. ഭാഗ്യസൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുന്നതും ദോഷകാഠിന്യത്തെ കുറയ്ക്കുന്നതായിരിക്കും. വളരെ അനുകൂലമായ ഒരു സമയമാണ്. എങ്കിലും ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണുന്നത്. കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു സമയമാണ്. പുതിയ തൊഴിൽ തുടങ്ങുന്നതിന് അത്ര അനുകൂലമല്ല എന്നാണ് പറയുന്നത്. ഇത് ഒരു പൊതുവെയുള്ളൊരു ഫലമാണ്. നിങ്ങളുടെ ദശാനാഥനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കാവുന്നതും ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പുതിയ ജോലിയിലേക്ക് ചേരുമ്പോൾ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും നോക്കുന്ന ഒന്നായിരിക്കും. വിവാഹം കഴിയാത്തവരാണെങ്കിൽ സ്വന്തം ജാതകം എടുത്തിട്ട് അതിൻ്റെ ദശാനാഥൻ എന്താണ്, അനുകൂലത്തിലാണോ പ്രതികൂലത്തിലാണോ, ഈ ശനി ദോഷങ്ങൾ നമ്മളെ ബാധിക്കുമോ എന്നൊക്കെ നല്ല മനസ്സിലാക്കേണ്ടതാണ് എന്നാണ് പറയുക. കൂടുതലായിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് വേണം പുതിയൊരു ജോലിയിലേക്ക് ഇറങ്ങുവാൻ എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.